ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും കാർത്തീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ചരിത്രം എന്ന ഭാഗത്തെ കേരളം, യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന എന്ന ഭാഗമാണ്. ഈ സെയിം സിലബസ് തന്നെയാണ് +2 പ്രിലിംസ്, 10th മെയിൻസ്, ഡിഗ്രി പ്രിലിംസ്. സോ ഇത് ഉറപ്പായും ഇനി വരാൻ പോകുന്ന എല്ലാ PSC പരീക്ഷകൾക്കും യൂസ്ഫുൾ ആയിരിക്കും. ഇതിൽ പ്രധാനമായും SCRT പോയിന്റ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻസും +1 +2 സ്കൂൾ ടെക്സ്റ്റുകൾക്കുമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കേരളം, യൂറോപ്യന്മാരുടെ വരവ്, അവരുടെ സംഭാവനകളും. പോർച്ചുഗലിൽ നിന്ന് കച്ചവടത്തിനായി 3 കപ്പലുകളിലായി എത്തിയ വാസ്കോഡഗാമയും സംഘവും കോഴിക്കോട് കാപ്പാട് തീരത്തെത്തിയ വർഷം 1498 മെയ്. പോർച്ചുഗലിൽ നിന്ന് കച്ചവടത്തിനായി 3 കപ്പലുകളിലായി എത്തിയ വാസ്കോഡഗാമയും സംഘവും കോഴിക്കോട് കാപ്പാട് തീരത്തെത്തിയ വർഷം എന്നാണ് 1498 മെയ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനുമാണ്, അതുപോലെ SCRT പോയിന്റുമാണ്. തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചത് ആര്? പോർച്ചുഗീസുകാർ. തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട, തൃശ്ശൂർ ജില്ലയിലാണ് കോട്ടപ്പുറം കോട്ട, ഓർത്തു വെക്കുക. നിർമ്മിച്ചത് ആരാണ്? പോർച്ചുഗീസുകാർ. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? കുഞ്ഞാലിമരയ്ക്കാർ ആണ്. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? കുഞ്ഞാലിമരയ്ക്കാർമാർ. പോർച്ചുഗീസുകാരുടെ പ്രധാന സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കണ്ണൂരിൽ സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചു. കണ്ണൂരിൽ സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചു. കേരളത്തിൽ അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചു. കണ്ണൂരിൽ സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചു. കേരളത്തിൽ അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചു. ചവിട്ടുനാടകം എന്ന കലാരൂപം കേരളത്തിൽ പ്രചരിപ്പിച്ചു. കണ്ണൂരിൽ സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചു. കേരളത്തിൽ അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചു. അതുപോലെ ചവിട്ടുനാടകം എന്ന കലാരൂപം കേരളത്തിൽ പ്രചരിപ്പിച്ചതും പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന കാർഷിക വിളകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില. ഇതൊക്കെ SCRT പോയിന്റ് ആണ്, ശ്രദ്ധിക്കണം. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന കാർഷിക വിളകൾ ഏതൊക്കെയാണ്? പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില. പോർച്ചുഗീസുകാരുടെ ആഗമനോദ്ദേശ്യം എന്തായിരുന്നു? ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന കുത്തക നേടിയെടുക്കുക. പോർച്ചുഗീസുകാരുടെ ആഗമനോദ്ദേശ്യം എന്താണ്? ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന കുത്തക നേടിയെടുക്കുക. പോർച്ചുഗീസുകാർക്കെതിരെ പോരാടാൻ മുസ്ലിങ്ങളോട് ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം ആഹ്വാനം ചെയ്യുന്നതായും പറയുന്ന ഗ്രന്ഥം തുഫത്തുൽ മുജാഹിദീൻ. ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. +1 +2 സ്കൂൾ ടെക്സ്റ്റുകളിൽ നിന്നുമാണ് ഈ 2 പോയിന്റും എടുത്തിരിക്കുന്നത്. പോർച്ചുഗീസുകാർക്കെതിരെ പോരാടാൻ മുസ്ലിമുകളോട് ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം ആഹ്വാനം ചെയ്യുന്നതായും പറയുന്ന ഗ്രന്ഥം ഏതാണ്? തുഫത്തുൽ മുജാഹിദീൻ. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലി ഗോതിക് ശൈലിയാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലി ഏതാണ്? ഗോതിക് ശൈലി. ഇനി നമുക്ക് പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, മോസ്റ്റ് റിപ്പീറ്റഡുമാണ് ഇതൊക്കെ. വാസ്കോഡഗാമ കോഴിക്കോട് ആദ്യമായി എത്തിച്ചേർന്നത് 1498. വാസ്കോഡഗാമ കോഴിക്കോട് ആദ്യമായി എത്തിച്ചേർന്നത് എന്നായിരുന്നു? 1498. ആരാണ് കുഞ്ഞാലിമരയ്ക്കാർ? സാമൂതിരിയുടെ നാവിക തലവനാണ്. ആരാണ് കുഞ്ഞാലിമരയ്ക്കാർ? സാമൂതിരിയുടെ നാവിക തലവൻ. കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ച സ്ഥലം കൊച്ചി. കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ച സ്ഥലം ഏതാണ്? കൊച്ചി. വാസ്കോഡഗാമ കോഴിക്കോട് വന്നിറങ്ങിയ കപ്പലിന്റെ പേര് സെന്റ് ഗബ്രിയേൽ. വാസ്കോഡഗാമ കോഴിക്കോട് വന്നിറങ്ങിയ കപ്പലിന്റെ പേരെന്തായിരുന്നു? സെന്റ് ഗബ്രിയേൽ. വാസ്കോഡഗാമ കപ്പലിറങ്ങിയ സ്ഥലം കാപ്പാട്. വാസ്കോഡഗാമ കപ്പലിറങ്ങിയ സ്ഥലം ഏതാണ്? കാപ്പാട്. വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്ത പള്ളി സെന്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചി. വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തിരുന്ന പള്ളി ഏതാണ്? സെന്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചി. ചവിട്ടുനാടകം എന്ന കലാരൂപത്തിൽ കാണാൻ കഴിയുന്നത് ഏത് രാജ്യത്തിന്റെ സ്വാധീനമാണ്? പോർച്ചുഗൽ. ചവിട്ടുനാടകം എന്ന കലാരൂപത്തിൽ കാണാൻ കഴിയുന്നത് ഏത് രാജ്യത്തിന്റെ സ്വാധീനമാണ്? പോർച്ചുഗൽ. വാസ്കോഡഗാമയുടെ പിൻഗാമിയായി AD 1500 കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ പെട്രോ അൽവാരിസ് കബ്രാൾ.
വാസ്കോഡഗാമയുടെ പിൻഗാമിയായി AD 1500 കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോ അൽവാരിസ് കബ്രാൾ. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ച വിദേശ ശക്തി ഏത്? പോർച്ചുഗീസ്. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ച വിദേശ ശക്തി പോർച്ചുഗീസ്. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട പണി കഴിപ്പിച്ചതാരാണ്? ഫ്രാൻസിസ് ഡി അൽമേദയാണ്. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട പണി കഴിപ്പിച്ച വിദേശ ശക്തിയാണ് പോർച്ചുഗീസുകാർ. വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ഫ്രാൻസിസ്കോ ഡി അൽമേദ. ഭാരതത്തിൽ പോർച്ചുഗീസുകാർ പണിത ആദ്യ കോട്ട എവിടെയാണ്? കൊച്ചി. ഭാരതത്തിൽ പോർച്ചുഗീസുകാർ പണിത ആദ്യ കോട്ട എവിടെയാണ്? കൊച്ചി. കൊച്ചിയിലെ ഡച്ച് പാലസ് പണി കഴിപ്പിച്ചത് ആരായിരുന്നു? പോർച്ചുഗീസുകാരാണ്. കൊച്ചിയിലെ ഡച്ച് പാലസ് പണി കഴിപ്പിച്ചത് ആരായിരുന്നു? പോർച്ചുഗീസുകാർ. വർഷം കൂടി ശ്രദ്ധിക്കണം. 1555 അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പോർച്ചുഗീസുകാർ ഡച്ച് പാലസ് പണി കഴിപ്പിച്ച വർഷം എന്നാണ് 1555. പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നവർ പോർച്ചുഗീസുകാരാണ്. പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നവർ ആരാണ്? പോർച്ചുഗീസുകാർ. കുഞ്ഞാലിമരക്കാരെ വധിച്ചതും പോർച്ചുഗീസുകാരാണ്. കുഞ്ഞാലിമരക്കാരെ വധിച്ചതാരാണ്? പോർച്ചുഗീസുകാർ. സാമൂതിരിയുടെ സഹായത്താൽ പോർച്ചുഗീസുകാർ വധിച്ച കുഞ്ഞാലിമരക്കാരാണ് കുഞ്ഞാലിമരക്കാർ നാലാമൻ. സാമൂതിരിയുടെ സഹായത്താൽ പോർച്ചുഗീസുകാർ വധിച്ച കുഞ്ഞാലിമരക്കാർ ആരാണ്? കുഞ്ഞാലിമരക്കാർ നാലാമൻ. വാസ്കോഡഗാമ 3-ാം തവണ കേരളത്തിൽ വന്നത് ഏത് വർഷം? 1524. വാസ്കോഡഗാമ 3-ാം തവണ കേരളത്തിൽ വന്നത് ഏത് വർഷമാണ്? 1524. കുഞ്ഞാലിമരക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രത്യേകം ശ്രദ്ധിച്ചു പോകേണ്ട പോയിന്റുകളാണ് ഇതൊക്കെ. കുഞ്ഞാലിമരക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട്. കുഞ്ഞാലിമരക്കാർ ഏത് രാജ്യത്തിന്റെ നാവികസേനാ മേധാവിയായിരുന്നു? കോഴിക്കോട്. കുഞ്ഞാലിമരക്കാർ ഏത് രാജ്യത്തിന്റെ നാവികസേനാ മേധാവിയായിരുന്നു? കോഴിക്കോട്. അടുത്ത പഠിക്കേണ്ട വിദേശ ശക്തിയാണ് ഡച്ചുകാർ. എന്തൊക്കെയാണ് അവരുടെ പ്രത്യേകതകളെന്നും സംഭാവനകളെന്നും നോക്കാം. കേരളത്തിലെത്തിയ രണ്ടാമത്തെ വിദേശ ശക്തിയാണ് ഡച്ചുകാർ. കേരളത്തിലെത്തിയ രണ്ടാമത്തെ വിദേശ ശക്തി. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? കൊച്ചിയും കൊല്ലവും. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കൊച്ചി, കൊല്ലം. കേരളവുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ച ആദ്യ പ്രൊട്ടസ്റ്റന്റ് ജനവിഭാഗമാണിവർ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റാണിത്. കേരളവുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ച ആദ്യ പ്രൊട്ടസ്റ്റന്റ് ജനവിഭാഗമാണ് ഡച്ചുകാർ. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്താണ്? ഹോർത്തൂസ് മലബാറിക്കസ്. നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോന്നും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? അഡ്മിറൽ വാൻ റീഡാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? അഡ്മിറൽ വാൻ റീഡ്. ഏത് യൂറോപ്യന്മാരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്? ഡച്ച്. ഏത് യൂറോപ്യന്മാരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്? ഡച്ചുകാരുടെ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഡച്ചുകാർ എഴുതിയത് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഡച്ചുകാർ എഴുതിയത് ഏതു ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷയിലാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാരാണ്? KS മണിലാലാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാരാണ്? KS മണിലാൽ. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ ഡച്ചുകാരെ സഹായിച്ച മലയാളി വൈദ്യർ ഇട്ടി അച്യുതൻ. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ ഡച്ചുകാരെ സഹായിച്ച മലയാളി വൈദ്യർ ആരാണ്? ഇട്ടി അച്യുതൻ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ പ്രധാനമായും പ്രതിപാദിച്ചിട്ടുള്ളത് എന്തിനെ പറ്റിയാണ്? മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ പ്രധാനമായും പ്രതിപാദിച്ചിട്ടുള്ളത് എന്തിനെ പറ്റിയാണ്? മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ്? ആംസ്റ്റർഡാമിൽ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ്? ആംസ്റ്റർഡാമിൽ. മലബാറിന്റെ പൂന്തോട്ടം എന്നർത്ഥമുള്ള ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം ആരുടെ സംഭാവനയാണ്? നേരത്തെ നമ്മൾ പഠിച്ചു, ഡച്ച് ആണ്. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്
ഹോർത്തൂസ് മലബാറിക്കസിന്റെ അർത്ഥം എന്താണ്? മലബാറിന്റെ പൂന്തോട്ടം. മലബാറിന്റെ പൂന്തോട്ടം എന്നർത്ഥമുള്ള ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം ആരുടെ സംഭാവനയായിരുന്നു? ഡച്ചുകാരുടെ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഡച്ച് പ്രസിദ്ധീകരണത്തെ സഹായിച്ച ഈഴവ ഭിഷങ്കുരൻ ആരാണ്? ഇട്ടി അച്യുതൻ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഡച്ച് പ്രസിദ്ധീകരണത്തെ സഹായിച്ച ഈഴവ ഭിഷങ്കുരനാണ് ഇട്ടി അച്യുതൻ. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിക്കുന്ന ആദ്യ വൃക്ഷം തെങ്ങാണ്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിക്കുന്ന ആദ്യ വൃക്ഷം തെങ്ങ്. അവസാനമായി പ്രതിപാദിക്കുന്ന വൃക്ഷമാണ് ആൽമരം. ആദ്യം തെങ്ങും അവസാനം പ്രതിപാദിക്കുന്ന വൃക്ഷമാണ് ആൽമരം. 1678 മുതൽ 1703 വരെയുള്ള കാലയളവിൽ 12 വാല്യങ്ങളായാണ് ഹോർത്തൂസ് മലബാറിക്കസ് രചിക്കപ്പെട്ടത്. ഇതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. 1678 മുതൽ 1703 വരെയുള്ള കാലയളവിൽ 12 വാല്യങ്ങളായാണ് ഹോർത്തൂസ് മലബാറിക്കസ് രചിക്കപ്പെട്ടത്. അതുപോലെ ഡച്ചുകാരുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റാണ് കുളച്ചൽ യുദ്ധം. തിരുവിതാംകൂറിലെ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. കുളച്ചൽ യുദ്ധം വർഷം എന്നാണ് 1741. ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമാകാൻ ഇടയാക്കിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമാകാൻ ഇടയാക്കിയ യുദ്ധമേതാണ്? കുളച്ചൽ യുദ്ധം 1741. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ ഡച്ച് സൈന്യാധിപൻ ഡിലനോയ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ ഡച്ച് സൈന്യാധിപനാരാണ്? ഡിലനോയ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലെന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ്. ലെന്തക്കാർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡച്ചുകാർ. ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത് ഡച്ചുകാരാണ്. ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചതാരാണ്? ഡച്ചുകാർ. ഡച്ചുകാർ കേരളത്തിൽ ആരുമായാണ് ആദ്യം വ്യാപാര കരാർ ഉണ്ടാക്കിയത്? സാമൂതിരി. ഡച്ചുകാർ കേരളത്തിൽ ആരുമായാണ് ആദ്യം വ്യാപാര കരാർ ഉണ്ടാക്കിയത്? സാമൂതിരി. എറണാകുളം ജില്ലയിലെ ബോൾഗാട്ടി കൊട്ടാരം പണിതത് ഡച്ചുകാരായിരുന്നു. ഇത് ഏത് വർഷം? 1744. എറണാകുളം ജില്ലയിലാണ് ബോൾഗാട്ടി പാലസ്. ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചതാരായിരുന്നു? ഡച്ചുകാർ. വർഷം എന്നാണ് 1744. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട വിദേശ ശക്തിയാണ് ബ്രിട്ടീഷുകാർ. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി ഒരു വ്യാപാരശാല നിർമ്മിച്ച സ്ഥലം വിഴിഞ്ഞമാണ്. 1644. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി ഒരു വ്യാപാരശാല നിർമ്മിച്ച സ്ഥലം എവിടെയാണ്? വിഴിഞ്ഞം. ബ്രിട്ടീഷുകാർ ആദ്യമായി കേരളത്തിൽ കോട്ട സ്ഥാപിച്ച സ്ഥലം അഞ്ചുതെങ്ങാണ്. 1695. ബ്രിട്ടീഷുകാർ ആദ്യമായി കേരളത്തിൽ കോട്ട സ്ഥാപിച്ച സ്ഥലം അഞ്ചുതെങ്ങ്. വ്യാപാരശാല നിർമ്മിച്ച സ്ഥലമാണെങ്കിൽ വിഴിഞ്ഞമാണ്. സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷുകാരൻ ക്യാപ്റ്റൻ കീലിംഗ് ആണ്. സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷുകാരൻ ആരാണ്? ക്യാപ്റ്റൻ കീലിംഗ്. ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫ് ഫിച്ച് ആണ്. ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നതാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ ആരാണ്? മാസ്റ്റർ റാൽഫ് ഫിച്ച്. മാസ്റ്റർ റാൽഫ് ഫിച്ച് ഇന്ത്യയിലെത്തിയപ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന ചക്രവർത്തി ആരായിരുന്നു? അക്ബർ ചക്രവർത്തിയായിരുന്നു. മാസ്റ്റർ റാൽഫ് ഇന്ത്യയിലെത്തിയപ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന ചക്രവർത്തി ആരായിരുന്നു? അക്ബർ. ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി വെച്ച വേണാട് രാജാവ് രാമവർമ്മ. ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി വെച്ച വേണാട് രാജാവ് ഏതാണ്? രാമവർമ്മ. ഇനി നമുക്ക് മൈസൂർ യുദ്ധങ്ങൾ എന്ന ഭാഗം ഈ ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതുണ്ട്. ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് മൈസൂർ യുദ്ധങ്ങൾ. ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് മൈസൂർ യുദ്ധങ്ങൾ. മൈസൂർ പ്രബല ശക്തിയാകുന്നതിൽ നേതൃത്വം വഹിച്ചവരാണ് ഹൈദർ അലിയും ടിപ്പു സുൽത്താനും. മൈസൂർ പ്രബല ശക്തിയാകുന്നതിൽ നേതൃത്വം വഹിച്ചവരാരൊക്കെയായിരുന്നു? ഹൈദർ അലിയും ടിപ്പു സുൽത്താനും. മൈസൂർ യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? മലബാറും കൂർഗും. മൈസൂർ യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായ പ്രദേശങ്ങളാണ് മലബാറും കൂർഗും.
മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന യുദ്ധങ്ങൾ 4 മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാനായി ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന യുദ്ധങ്ങൾ എത്ര എണ്ണമാണ്? 4. ടിപ്പു സുൽത്താന്റെ മരണത്തിനിടയാക്കിയ യുദ്ധം 4-ാം മൈസൂർ യുദ്ധമാണ്. ടിപ്പു സുൽത്താന്റെ മരണത്തിനിടയാക്കിയ യുദ്ധമാണ് 4-ാം മൈസൂർ യുദ്ധം. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. 3-ാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ശ്രീരംഗപട്ടണത്ത് വെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. 3-ാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ശ്രീരംഗപട്ടണത്ത് വെച്ച് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി എന്താണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി. ഇതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായ വർഷം 1792. മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായ വർഷം എന്നാണ് 1792. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ച പ്രദേശമാണ് മലബാർ. ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ് 1792. ഈ ഉടമ്പടി പ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ച പ്രദേശം ഏതാണ്? മലബാർ. മലബാറിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കാരണമായ ശ്രീരംഗപട്ടണം സന്ധിയിൽ ഒപ്പുവെച്ചതാരൊക്കെയായിരുന്നു? ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും. മലബാറിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കാരണമായ ശ്രീരംഗപട്ടണം സന്ധിയിൽ ഒപ്പുവെച്ചതാരൊക്കെയായിരുന്നു? ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏതു സന്ധി പ്രകാരമാണ്? ശ്രീരംഗപട്ടണം സന്ധി. ടിപ്പു സുൽത്താൻ ഏത് രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു? മൈസൂർ. ടിപ്പു സുൽത്താൻ ഏത് രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു? മൈസൂർ. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റാണ് കേരളത്തിലെ ആദ്യ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫ് ഫിച്ച്. കേരളത്തിലെ ആദ്യ ഇംഗ്ലീഷുകാരൻ ആരാണ്? മാസ്റ്റർ റാൽഫ് ഫിച്ച്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് പഠിക്കണം. ബ്രിട്ടീഷുകാർ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത സ്ഥാപിച്ച വർഷം 1861. ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത. ബ്രിട്ടീഷുകാർ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത സ്ഥാപിച്ച വർഷം എന്നാണ്? 1861. ബേപ്പൂർ മുതൽ തിരൂർ വരെ. ബ്രിട്ടീഷ് ആധിപത്യകാലത്ത് സ്ഥാപിതമായ കനോലി പ്ലോട്ട് ഏത് വൃക്ഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തേക്ക്. ബ്രിട്ടീഷ് ആധിപത്യകാലത്ത് സ്ഥാപിതമായ കനോലി പ്ലോട്ട് ഏത് വൃക്ഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തേക്ക്. മലബാറിൽ തേക്കുമരങ്ങൾ വെച്ചു പിടിപ്പിക്കുവാൻ കനോലി എന്ന ബ്രിട്ടീഷുകാരനെ ചുമതലപ്പെടുത്തിയ കളക്ടർ ഹെൻറി വാലന്റൈൻ. മലബാറിൽ തേക്കുമരങ്ങൾ വെച്ചു പിടിപ്പിക്കുവാൻ കനോലി എന്ന ബ്രിട്ടീഷുകാരനെ ചുമതലപ്പെടുത്തിയ കളക്ടർ ആരാണ്? ഹെൻറി വാലന്റൈൻ. അടുത്ത നമുക്ക് പഠിക്കേണ്ട വിദേശ ശക്തിയാണ് ഫ്രഞ്ചുകാർ. ഇന്ത്യയിലെത്തിയ അവസാനത്തെ വിദേശ ശക്തിയാണ് ഫ്രഞ്ചുകാർ. ഇന്ത്യയിലെത്തിയ അവസാനത്തെ വിദേശ ശക്തി. ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ വ്യാപാര കേന്ദ്രം മാഹി. ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ വ്യാപാര കേന്ദ്രം ഏതാണ്? മാഹി. മാഹിയിൽ ഫ്രഞ്ചുകാർ കോട്ട നിർമ്മിച്ച വർഷം 1724. മാഹിയിൽ ഫ്രഞ്ചുകാർ കോട്ട നിർമ്മിച്ച വർഷം എന്നാണ്? 1724. കടത്തനാട്ട് രാജാവിൽ നിന്നും മാഹി പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ ഫ്രഞ്ച് ക്യാപ്റ്റനാണ് ബെർട്രാൻഡ് ഫ്രാങ്കോയിസ്. കടത്തനാട്ട് രാജാവിൽ നിന്നും മാഹി പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ ഫ്രഞ്ച് ക്യാപ്റ്റനാണ് ബെർട്രാൻഡ് ഫ്രാങ്കോയിസ്. ഫ്രഞ്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സ്ഥാപിച്ച സ്ഥലം സൂററ്റ് ആണ്. ഫ്രഞ്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സ്ഥാപിച്ച സ്ഥലം ഏതാണ്? സൂററ്റ്. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരി ആയിരുന്നു. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം ഏതാണ്? പോണ്ടിച്ചേരി. ഇന്ത്യയിലെ ഫ്രഞ്ച് അധീന പ്രദേശങ്ങളാണ് കാരയ്ക്കൽ, പോണ്ടിച്ചേരി, യാനം, മാഹി, ചന്ദ്രനഗർ. ഇതൊക്കെ SCRT പോയിന്റ്സ് ആണ്, സോ ശ്രദ്ധിക്കണം. ഇന്ത്യയിലെ ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? കാരയ്ക്കൽ, പോണ്ടിച്ചേരി, യാനം, മാഹി, ചന്ദ്രനഗർ. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷം 1954. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷം എന്നാണ്? 1954. ഇനി നമുക്ക് നോക്കേണ്ടത് ഡാനിഷുകാരെ പറ്റിയാണ്. അവരെക്കുറിച്ച് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോക്കാം. ഡാനിഷുകാർ എന്നറിയപ്പെടുന്നത് ഡെൻമാർക്കുകാരെയാണ്. ഡാനിഷുകാർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഡെൻമാർക്കുകാർ. കേരളത്തിൽ നിലനിന്നിരുന്ന ഡാനിഷ് കച്ചവട കേന്ദ്രം ഇടവ. തിരുവനന്തപുരത്താണ് ഇടവ. കേരളത്തിൽ നിലനിന്നിരുന്ന ഡാനിഷ് കച്ചവട കേന്ദ്രം എവിടെയാണ്? ഇടവ, തിരുവനന്തപുരം.
ഡാനിഷുകാർ 1620 ഡാൻസ്ബോർഗ് കോട്ട പണി കഴിപ്പിച്ച സ്ഥലം ട്രാൻക്യൂബാർ ആണ്. ഡാനിഷുകാർ 1620 ഡാൻസ്ബോർഗ് കോട്ട പണി കഴിപ്പിച്ച സ്ഥലം ഏതാണ്? ട്രാൻക്യൂബാർ. ട്രാൻക്യൂബാർ ഇപ്പോൾ അറിയപ്പെടുന്നത് എന്താണ്? തരംഗമ്പാടി. തമിഴ്നാട്ടിലാണ് തരംഗമ്പാടി. ട്രാൻക്യൂബാർ ഇപ്പോൾ അറിയപ്പെടുന്നത് എന്താണ്? തരംഗമ്പാടി. എവിടെയാണ് തരംഗമ്പാടി? തമിഴ്നാട്. ഇനി നമുക്ക് യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും എന്ന ടോപ്പിക്കിലെ കൺഫ്യൂഷൻ വരുന്ന കുറച്ച് ഏരിയകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിൽ ആദ്യമെത്തിയ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ ആദ്യമെത്തിയ യൂറോപ്യന്മാരാരാണ്? പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യന്മാരാരാണ്? ഫ്രഞ്ചുകാർ. ആദ്യം പോർച്ചുഗീസുകാരും അവസാനം എത്തിയത് ഫ്രഞ്ചുകാരുമാണ്. ആദ്യമായി ഇന്ത്യ വിട്ടുപോയ യൂറോപ്യന്മാരാരാണ്? ഡച്ചുകാരാണ്. ആദ്യമായി ഇന്ത്യ വിട്ടുപോയ യൂറോപ്യന്മാരാണ് ഡച്ചുകാർ. അവസാനമായി ഇന്ത്യ വിട്ടുപോയ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ആദ്യം ഇന്ത്യ വിട്ടുപോയത് ഡച്ചുകാരും അവസാനം ഇന്ത്യ വിട്ടുപോയ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരുമാണ്. ഇനി ഇവരുമായി ബന്ധപ്പെട്ട കുറച്ച് അപരനാമങ്ങൾ കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. പറങ്കികൾ, പോർച്ചുഗീസുകാർ. പറങ്കികൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? പോർച്ചുഗീസുകാർ. പരന്തരീസുകാർ, ഫ്രഞ്ചുകാർ. പരന്തരീസുകാർ ആരാണ്? ഫ്രഞ്ചുകാർ. ലെന്തക്കാർ, ഡച്ചുകാർ. ലെന്തക്കാർ, ഡച്ചുകാർ. ബിലാത്തികൾ, ബ്രിട്ടീഷുകാർ. ശീമക്കാർ, ബ്രിട്ടീഷുകാർ. ബിലാത്തികളും ശീമക്കാരും എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ബ്രിട്ടീഷുകാർ. മൂറുകൾ, അറബികൾ. മൂറുകൾ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരെയാണ്? അറബികളെയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകൾ മാത്രമാണ് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളത്. സോ ഇതെന്തായാലും പഠിച്ചിരിക്കണം. SCRT പോയിന്റ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, +1 +2 സ്കൂൾ ടെക്സ്റ്റുകൾ എന്നിവയിൽ നിന്നുള്ള പോയിന്റ്സ് ആണ് മാക്സിമം പറഞ്ഞു പോയത്. ഇനി അടുത്ത ടോപ്പിക്കായ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിന്റെ ചരിത്രം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്ലാസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്